എന്താ എത്ര കുട്ടികളാണ് നിലവിൽ ഇപ്പോൾ ആകെ ചികിത്സയിലുള്ളത്? അവരുടെ ആരോഗ്യനില നിലവിൽ ഇപ്പോൾ? നിലവിൽ പരിക്ക് പറ്റിയ വണ്ടിയിൽ 19 കുട്ടികളുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതിലൊരു കുട്ടിയുടെ പിന്നെ മരണപ്പെട്ടു. ഒരു കുട്ടിക്ക് അല്പം നന്നായി പരിക്കുള്ളത് കൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സഹകരണ ആശുപത്രിയിൽ 10 കുട്ടികളും നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിനകത്ത് 7 കുട്ടികളുമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഈ നിലവിൽ ചികിത്സയിലുള്ള കുട്ടികളുടെ എങ്ങനെയാണ് ആരോഗ്യനില? നിലവിൽ ചികിത്സയുള്ള കുട്ടികളുടെ ഒരു കുട്ടിക്ക് മാത്രമാണ് അല്പം പരിക്കുള്ളത്. ബാക്കിയുള്ളവരുടെ പരിക്കെല്ലാം വളരെ അത്ര കാര്യമായ പരിക്കല്ല, ചെറിയ പരിക്കുകളേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ റിക്കവറി ആവുന്ന നിലക്കാണ് ബാക്കിയുള്ള കുട്ടികളുടെ എല്ലാം നില. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഇപ്പം അതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അല്പം ഈ വാഹനം വേഗതയിലാണോ എന്ന CCTV ദൃശ്യം കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ അവിടെ പോയിരുന്നു, എന്താണ് മനസ്സിലാക്കുന്നത്? നമ്മളവിടെ പോയിരുന്നു. വടക്കേ അംഗൻവാടിയുടെ നേരെ പറകിൽ നിന്നുള്ള ഒരു വലിയ കയറ്റം ഇറങ്ങി വരുന്ന റോഡാണ്. അത് സ്റ്റേറ്റ് ഹൈവേയിലേക്കാണ് ആ റോഡ് വന്ന് എത്തുന്നത്. പക്ഷേ ഇറക്കത്തിൽ തന്നെ വണ്ടിയുടെ ബ്രേക്ക് നഷ്ടപ്പെടുകയും വണ്ടി 2-3 മറിഞ്ഞ് സ്റ്റേറ്റ് ഹൈവേയിലേക്ക് വീഴുകയുമാണ് ചെയ്തത്. വാഹനം അമിത വേഗതയിലായിരുന്നു? ഇല്ല, വാഹനം അമിത വേഗതയിലാവാൻ സാധ്യത. കാരണം എന്ന് വെച്ചാൽ അത് വലിയ ഇറക്കാണ്. അപ്പോൾ അത് വലിയൊരു വളവുമാണ്. അപ്പോൾ ബ്രേക്ക് നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ആവാം അത് നേരെ പെട്ടെന്ന് റോഡിലേക്ക് വളയാതെ റോഡിലേക്ക് മറിഞ്ഞ് വീഴുകയാണ് ചെയ്തത്. സ്ഥിരമായ അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണോ അല്ലെങ്കിൽ ആദ്യമായിട്ടാണോ? അല്ല, ഇപ്പോൾ അടുത്തൊന്നും അങ്ങനെ അപകടം പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു അപകടമുള്ള സ്ഥലമാണത് പൊതുവേ. ഈ ഡ്രൈവറും ആയ ഉൾപ്പെടെ ഇവിടെ ആശുപത്രിയിലുണ്ട്. അവരോടൊക്കെ ഡ്രൈവറും ആയയോട് സംസാരിച്ചിരുന്നു. അവർ രണ്ടുപേരും താലൂക്ക് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഈ ഗുരുതരമായി പരിക്കേറ്റ കുട്ടി ഇപ്പോൾ പരിയാരത്തേക്ക് മാറ്റിയതാണ് പറഞ്ഞത്. ആ കുട്ടിയുടെ എങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ സ്ഥിതി? ഇപ്പോൾ പിന്നെ താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നാണ് അങ്ങോട്ട് റെഫർ ചെയ്തത്. നല്ല മുറിവുള്ളത് കൊണ്ടാണ് അങ്ങോട്ട് മാറ്റിയത്. സ്വാഭാവികം അത്ര ഗുരുതരം ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്യാൻ കാരണം അല്പം കൂടി പരിക്ക് കൂടുതലുണ്ടാകും. മറ്റു കുട്ടികളുടെ എല്ലാം ആരോഗ്യനില തൃപ്തികരമാണ്? അപകടനില തരണം ചെയ്തു? മറ്റു കുട്ടികളുടെല്ലാം തൃപ്തികരമാണ്, വലിയ അപകടമില്ല. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി നമ്മോട് ചേരുന്നുണ്ട്. അവിടെ അപകട സ്ഥലത്ത് എത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ശരിക്കും അപകടത്തിൻ്റെ കാരണം? ഇപ്പോൾ കുട്ടികൾ ഇപ്പം സ്കൂൾ കഴിഞ്ഞ് പോകുന്ന പെട്ടെന്നൊരു നടുക്കായിരിക്കും. എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്? ഇപ്പം പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ അവിടുന്ന് ഇറങ്ങി വരുന്ന വഴിയായതുകൊണ്ട് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് കിട്ടാതിരുന്നതാണെന്നുള്ളതാണ് ആളുകൾ പറയപ്പെടുന്നത്. യഥാർത്ഥ അവസ്ഥ എന്താണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മറ്റൊന്നും വിവരമില്ല. ആളുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതായിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റു കുട്ടികളുടെ നില അപകട നില തരണം ചെയ്തിട്ടുണ്ട്, അതൊരു ആശ്വാസം ഉണ്ട്. ഏറെ ആശ്വാസകരമാണത്. ഇപ്പം 19 കുട്ടികളാണ് വാഹനത്തിൽ, 18-19 കുട്ടികളാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. കുറേ കുട്ടികൾ ഇപ്പോൾ വീട്ടിലേക്ക് പോയി. കുറച്ച് കുട്ടികളാണ് ഇവിടെയുള്ളത്. ഇപ്പം പരിയാരത്തേക്ക് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോയ കുട്ടിക്ക് നെറ്റിക്ക് ചെറിയൊരു മുറിവുണ്ട്. ഇപ്പോൾ ഒന്ന് സ്കാനിങ്ങും കൂടി ചെയ്യേണ്ടതുകൊണ്ടാണ് അങ്ങോട്ട് പോയിട്ടുള്ളത്. അതും ആശ്വാസം എന്നുള്ളത് ഗുരുതരമല്ല എന്നുള്ളതാണ് അല്പം ആശ്വാസമുള്ളത്. ഒരു കുട്ടിക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് ഏറെ ദുഃഖകരമായ ഒരു വാർത്ത കൂടിയാണ്. നിലവിൽ ഈ ചികിത്സയിലുള്ള കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം എല്ലാ തരത്തിലുള്ള സഹായങ്ങളും സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞോളൂ, ഇത് സ്ഥിരമായ അപകടം നടക്കുന്ന സ്ഥലമല്ല, പക്ഷേ ഒരു അപകട സാഹചര്യം അവിടെ ഉണ്ട്. അതെ, അന്നേരം അപകടത്തിന് സാധ്യതയുണ്ട്. കാരണം നേരെ വളഞ്ഞ് വരുന്നൊരു സ്ഥലമാണ്, വലിയ ഇറക്കവുമാണ്. അതുകൊണ്ടാണ് സ്റ്റേറ്റ് ഹൈവേയിലേക്ക് ചെയ്തത്. ഇതിൽ കുട്ടികൾക്കിപ്പോൾ പെട്ടെന്നുള്ള അപകടത്തിൻ്റെ ഒരു ഷോക്ക് മക്കളിലുണ്ട്. കുഞ്ഞു മക്കളാണല്ലോ. അപ്പം കുട്ടികളടുത്ത് സംസാരിക്കുമ്പോൾ അവർക്കൊരു സ്വപ്നം കാണും, പേടിയാവുന്നു എന്നുള്ള ഒരു ചില ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ഒരു കൗൺസിലിംഗ് കൂടി പെട്ടെന്ന് കൊടുക്കണം എന്നുള്ളതാണ് കുട്ടികളുടെ ഈ കുട്ടികളോടൊക്കെ സംസാരിച്ചു. ഞാനിവിടെ കോപ്പറേറ്റീവിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഞാൻ ഈ ഇരിട്ടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഈ വിവരം അറിഞ്ഞിട്ടുള്ളത്. അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് പുറപ്പെടുമായിരുന്നു. അപ്പോൾ ഇവിടെ കുട്ടികളോട് സംസാരിച്ചപ്പോൾ കുഞ്ഞു മക്കളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവർക്ക് ഒരു ഞെട്ടൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ സ്വപ്നം കാണും, എനിക്ക് പേടിയാവുന്നു എന്നുള്ളൊരു ഭയപ്പാട് കുട്ടികളുടെ മനസ്സിൽ ഉണ്ട്. രക്ഷിതാക്കൾക്കും വലിയ ആശങ്കയാവുന്നില്ല, എല്ലാവരും ഇങ്ങോട്ട്. രക്ഷിതാക്കൾക്ക് സ്വാഭാവികമായി ഉണ്ടാവുമല്ലോ. ഒരു വാഹനത്തിൽ അപകടം, കുഞ്ഞു മക്കൾ വരുന്ന വാഹനത്തിൽ അപകടം ഉണ്ടാകുമ്പോൾ തീർച്ചയായും രക്ഷിതാക്കൾക്ക് മാത്രമല്ല, നാട് ഒന്നാകെ ഞങ്ങൾക്കൊക്കെ അതിൽ വലിയ ആശങ്കയുണ്ട്. എന്തായാലും ആ രീതിയിൽ അനുജ, ഇപ്പോൾ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം, നിലവിൽ ചികിത്സയിലുള്ള കുട്ടികളുടെ എല്ലാം ആരോഗ്യനില തൃപ്തികരമാണ്. അവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. തളിപ്പറമ്പിലെ തന്നെ താലൂക്ക് ആശുപത്രിയിലും സഹകരണ ആശുപത്രി, ഞാനിപ്പോൾ നിൽക്കുന്നത് തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലാണ്. ഇവിടെ 10 കുട്ടികളാണ് നിലവിൽ ചികിത്സയിലുള്ളത്. അവരെല്ലാം അപകടനില തരണം ചെയ്തിട്ടുണ്ട്. സമീപത്ത് തന്നെയുള്ള തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലും വിദ്യാർത്ഥികൾ ചികിത്സയിലുണ്ട്. ഇവിടെ തന്നെയാണ് ഡ്രൈവറും അതോടൊപ്പം തന്നെ ആയയും ചികിത്സയിലുള്ളത്. ഇപ്പോൾ ഒരു കുട്ടിയുടെ നില മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഗുരുതരമായിട്ടുള്ളത്. ആ
കുട്ടിയെ ഇപ്പോൾ പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ കുട്ടിക്ക് അല്പം പരിക്കുണ്ട്, പക്ഷേ ആ കുട്ടിയുടെ കാര്യത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നതാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നമ്മോട് സംസാരിച്ചിട്ടുള്ളത്. ഈ അപകട വിവരം അറിഞ്ഞ് ഈ കുട്ടികൾ ഏറെ ചികിത്സയിലുള്ള തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലേക്ക് നിരവധി പേർ എത്തിയിട്ടുണ്ട്. നാട്ടുകാർ ഉൾപ്പെടെ നിരവധി പേർ ഈ സ്ഥലത്തേക്ക് ഈ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. ആശ്വാസകരമായിട്ടുള്ള കാര്യം, നിലവിൽ ചികിത്സയിലുള്ള കുട്ടികളുടെ എല്ലാം ആരോഗ്യനില തൃപ്തികരമാണ്. അവർക്ക് വേണ്ട എല്ലാ ചികിത്സാ കാര്യങ്ങളും അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. ഈ അപകട കാരണത്തെ സംബന്ധിച്ച് അമിത വേഗതയല്ല എന്നതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്. ബ്രേക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ്, അതൊരു ഇറക്കം കൂടിയാണ്, അങ്ങനെയുള്ള സാധ്യതയാണ് അവർ പറയുന്നത്. അവിടെ സ്ഥിരമായ അപകടങ്ങൾ ഉണ്ടായിട്ടില്ല, പക്ഷേ ഒരു അപകട സാഹചര്യം അവിടെ അത്തരത്തിലുള്ളൊരു സാഹചര്യമുള്ള ഒരു പ്രദേശമാണ്. ഇത് ഇപ്പോൾ സമീപകാലത്തൊന്നും അങ്ങനെ തുടർച്ചയായ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു പ്രദേശമല്ല, പക്ഷേ അത്തരം സാഹചര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന കാര്യം കൂടി എന്തായാലും അവർ പറയുന്നുണ്ട്. എന്തായാലും അതിനൊരു നടുക്കം ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. വിദ്യാർത്ഥികളാകെ അവർക്കും വലിയ ഭയപ്പാടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചതുപോലെ കുട്ടികളോട്, ഇപ്പോൾ നിലവിൽ ഇവിടെ ചികിത്സയിലുള്ള കുട്ടികളോടൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർക്ക് വലിയ നടുക്കത്തിലാണ് അവർ ഉള്ളത്. അവർക്ക് വേണ്ട കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകും എന്നതാണ് ഇപ്പോൾ ഇവർ അറിയിച്ചിട്ടുള്ളത്. ഒരു കുട്ടിക്കാണ് ഇപ്പോൾ നിലവിൽ ഗുരുതരമായ പരിക്കുള്ളത്. ആ കുട്ടിയെ ഇവിടെ നിന്ന് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്, ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പരിയാരം വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി പരിയാരം മെഡിക്കൽ കോളേജ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് കുട്ടികൾ ഈ 10 പേർ ഇവിടെയും അതോടൊപ്പം തന്നെ 10 കുട്ടികളും ഡ്രൈവറുമായ ഉൾപ്പെടെയാണ് തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലുള്ളത്. മറ്റ് ചില കുട്ടികൾ ഇപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് 5 കുട്ടികളാണ് താലൂക്ക് ആശുപത്രിയിൽ, ഈ തൊട്ട് സമീപമുള്ള താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കണ്ണൂർ വളക്കയിലാണ് കുറുമാത്തൂർ ചിന്മയ സ്കൂൾ ബസ് മറിഞ്ഞ് ഒരു കുട്ടിക്ക് ദാരുണാന്ത്യമുണ്ടായത്. 5ാം ക്ലാസ് വിദ്യാർത്ഥിനി ആണ് മരണമടഞ്ഞത്. ഇപ്പോൾ ഒരു കുട്ടിയുടെ ആരോഗ്യനിലയിലാണ് ഒരല്പം ആശങ്കയുള്ളത്. അത് അതീവ ഗുരുതരമെന്ന് പറയാൻ കഴിയില്ല എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ നമ്മെ അറിയിച്ചത്. നിലവിൽ സഹകരണ ആശുപത്രിയിൽ, താലൂക്ക് ആശുപത്രിയിൽ, ഒപ്പം പരിയാരം മെഡിക്കൽ കോളേജിൽ, ഇങ്ങനെ 3 ആശുപത്രികളിലായി കുട്ടികൾ ചികിത്സയിൽ കഴിയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.